ഹായ് മക്കളെ, അപ്പോൾ ക്രിസ്മസ് എക്സാമിനൊക്കെ വേണ്ടി അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ മക്കളെ സീരിയസ് ആയിട്ട് കാണുക. ഓക്കെ, കുറച്ച് മിസ്റ്റേക്കുകൾ നിങ്ങൾ ഷുവറായിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ സാറ് പറഞ്ഞുതരാം. അപ്പോൾ തന്നെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഈ രണ്ട് ടൈമിലും, ഈ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ ആണ്, ഈ ഒരു ടൈമിലും എക്സാം ടൈമിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ, ഓക്കെ സീരിയസ് ആയിട്ട് തന്നെ കാണുക, വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ, ഇപ്പൊ പലരും ഒരുപാട് പഠിക്കാനുണ്ട്, എല്ലാവരും പാനിക് ആവുന്ന ടൈമാണ്. അയ്യോ ഒരുപാട് പഠിക്കാനുണ്ട്, തീർന്നിട്ടില്ല, അയ്യോ എന്താക്കും ഇതെന്താക്കും, അയ്യോ 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 വിട്ടോളുക. ആ ഒരു മൈൻഡിൽ മക്കൾ ദയവേത് ഈ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്യാതിരിക്കുക, പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, പഠിക്കാൻ ശ്രമിക്കാതിരിക്കാതെ ഓക്കെ സെറ്റ്. അതായത് ഈ ഇങ്ങനെ പാനിക്കായിട്ട് ഇപ്പൊ പഠിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര നിങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം പഠിച്ച ടോപ്പിക് ആണെങ്കിൽ കൂടി നിങ്ങൾ മറന്നു പോവുകയുള്ളൂ. ഓക്കെ, സോ ആ ഒരു മൈൻഡ് അങ്ങോട്ട് മാറ്റി വയ്ക്കുക, കൂളാവുക. എന്നിരുന്ന ടൈമുണ്ട്, നിങ്ങളൊക്കെ കൊണ്ട് ആവുന്ന പോലെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അല്ലാതെ എന്താണ് ഓവർ ടൈമൊക്കെ ഇരുന്നു കൊണ്ട് അയ്യോ കുറയണ്ട അയ്യോ അയ്യോ എന്ന് പറഞ്ഞു പാനിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയായി പോകും. ഓക്കെ, അപ്പൊ ആ പാനിക് ആവാതിരിക്കുക. നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ള ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്, നന്നായിട്ടുള്ള ടൈം, നോർമലി ഉള്ള ടൈം യൂസ് ചെയ്ത് ഓക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം. അല്ലാതെ പാനിക്കായിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. സെറ്റ് അല്ലേ? ഓക്കെ, രണ്ടാമത് നിങ്ങൾ എക്സാം ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടൈം മാനേജ്മെന്റ്. ഓക്കെ, ടൈം മാനേജ് ചെയ്തോളാം. ഓക്കെ, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ക്രിസ്മസ് എക്സാം ഒക്കെ എഴുതാൻ പോവാണ് +1 സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, നിങ്ങൾ 10 കഴിഞ്ഞ് വന്നല്ലേ, അതിന് ഒരു മിനിറ്റ് തന്നെ കൊടുത്തോളൂ. ഒരു മാർക്കിന് 1 മിനിറ്റ്, അതാണ് കണക്ക്. അത് അങ്ങനെ സെറ്റ് ചെയ്തോളാം. അതങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന ആ ടൈമിൽ പലരും പറഞ്ഞ് തന്നെ മക്കൾ കേട്ടിട്ടുണ്ടാവും, സാർമാരൊക്കെ അല്ലെ, സാർ ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അറിയാലോ. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന ആ ഒരു ടൈമിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതെന്ത് ചെയ്യുക, യെസ് ആ ഒരു ടൈമിൽ നോട്ട് ചെയ്തൊക്കെ വെക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടുത്ത് എന്നിട്ട് പെട്ടെന്ന് എഴുതി തീർക്കുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൂടെ തീർത്തോളുക. ദെൻ അടുത്തത് എന്താണ്, ഈ 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം 15-20 മിനിറ്റ് മാത്രം എടുക്കുക. അതിൽ നിങ്ങളത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അതേ പാടുള്ളൂ. ഓക്കെ, മാക്സിമം 20 മിനിറ്റ് അത്രേ പാടുള്ളൂ, അതിൽ തീർക്കണം. സെറ്റ് അല്ലേ? റെഡി? ഇനിയിപ്പോ അതിന്റെ ഉള്ളിലുള്ള 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഒരു 7-8 മിനിറ്റ്, ഒരു 10-12 അങ്ങനെ പിടിക്കുക. റെഡി? അങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളിതാ +1 തുടങ്ങുന്നതാണ്, അപ്പൊ ഇപ്പോഴേ അത് ഒന്ന് ട്രൈ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരിക. +2 ഒക്കെ നമുക്ക് ഇത് തന്നെ കീപ്പ് ചെയ്ത് പോകണം, അല്ലേ ബുദ്ധിമുട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പോഴേ അത് സെറ്റ് ചെയ്ത് പോവുക. റെഡി അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം മെയിൻ സ്കിപ്പാണ്. പലരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു, അയ്യോ ഇതറിയില്ല, സ്കിപ്പ്. അടുത്ത് നോക്കുന്നു, ഇത് അറിയില്ല, സ്കിപ്പ്. അടുത്ത് നോക്കുന്നു, ഇതറിയാം, ഇത് അടുത്ത് നോക്കുന്നു, അത് സ്കിപ്പ്. ഈ പരിപാടി അങ്ങോട്ട് നിർത്തിക്കൊള്ളുക. ഈ സ്കിപ്പോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കാര്യം അവിടെ ഉറപ്പാ, എന്താ, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന മാർക്ക് എന്താ, 0 ആണ് അല്ലെ. ഒന്നും കിട്ടൂലെന്ന് ഉറപ്പല്ലേ അല്ലെ. പക്ഷേ അത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്ത് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 1 മാർക്കാണ്. എന്തെങ്കിലും ആയിട്ടൊന്ന് അറ്റൻഡ് ചെയ്ത് വെച്ചാൽ 1 മാർക്ക് കിട്ടും. അങ്ങനെ ഒരു 4 നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതും 4 നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് നോക്ക്, 4 മാർക്കാണ് അല്ലെ. നിങ്ങൾ പാസ് മാർക്കിലേക്കൊക്കെ എത്തിക്കാൻ അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഓർത്ത് വെച്ചോളൂ, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കുക. എന്തെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ചാപ്റ്റർ ഏതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവല്ലോ, അതിലുള്ള എഴുതി വെക്കുക. ഇനിയിപ്പോൾ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് നിങ്ങൾക്ക് അറിയാവുന്ന മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ അത് എഴുതി വെക്കുക. ഇനിയോ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതായിട്ട് കണക്ട് ചെയ്ത് മറ്റെന്തൊക്കെ നിങ്ങൾക്ക് അറിയാം എങ്കിൽ അത് എഴുതി വെക്കുക. സോ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ചെയ്തോളാം, ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി? ദെൻ ലാസ്റ്റത്തെ കാര്യം, 4ാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം പ്രസന്റേഷൻ. നമ്മുടെ +1 സ്റ്റുഡൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോളുക. ഓക്കെ, അക്കൗണ്ടിങ് ഒക്കെ എഴുതി തുടങ്ങുകയാണ്, എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താ, സ്കെയില്, പെൻസില്, എറൈസറൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോവുക. ഓക്കെ, എന്നിട്ട് കള്ളി വരയ്ക്കേണ്ടതൊക്കെ കള്ളി വരച്ച് വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. കൈ കൊണ്ടൊന്നും വരയ്ക്കാതിരിക്കുക. അതല്ലാതെ ഈ ആൻസർ ഷീറ്റ് ഒക്കെ മടക്കി വെച്ചിട്ടുള്ള പരിപാടിയില്ലേ, അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. വൃത്തിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻറ്റ്, പ്രസന്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അക്കൗണ്ടിങ് ഒക്കെ കള്ളി വരച്ച് എഴുതുക. ഓക്കെ, സ്കെയില് പെൻസിലൊക്കെ വാങ്ങി വെച്ചോളാം. അല്ലാണ്ട് അപ്പുറത്തുനിന്ന് കിട്ടി, അപ്പുറത്തുനിന്ന് എടുത്ത്, അല്ലെ അവിടെ നിന്ന് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയോടൊന്നും വരച്ച് എഴുതാൻ നിൽക്കരുത്. ഭയങ്കര ബോറാവും, മാർക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എസ്സി ഒക്കെ എഴുതുന്ന സമയത്ത് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കുക. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു എക്സാമിന് തന്നെ. ഓക്കെ,
സെറ്റ് അല്ലേ? അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മക്കൾക്ക് എല്ലാവർക്കും കിട്ടും, ഷുവറാണ്. ഒന്നും പേടിക്കണ്ട, സെറ്റായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ?